ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് പറയാൻ പോകുന്നത് കൂലിയുടെ ഒരു ഒപ്പീനിയനാണ് ഗൈസ്. എൻ്റെ ഒപ്പീനിയൻ ആക്ച്വലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ലേ എന്നിരിക്കാം. ബട്ട് എനിക്ക് പടം ഒരു ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നുള്ളൂ ഗൈസ്. പടം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ഇന്നലെ തന്നെ പുള്ളി ഇട്ടായിരുന്നു. ഇത് എൽസിൻ്റെ അണ്ടറിലൊന്നും അല്ല, ഇത് ഒരു സ്റ്റാൻഡേർഡ് വൺ പടമാണ് ഗൈസ്. പറഞ്ഞുതരാൻ ഇത് സ്റ്റാൻഡേർഡ് വൺ പടമാണ്. ബട്ട് പുള്ളി ഇത്രയും ഒരു ടൈം എടുത്ത് പുള്ളിയുടെ ഒരു ഫ്ലേവറിൽ ചെയ്ത് പടമെന്ന് തോന്നുന്നില്ല ഗൈസ്. കാരണം ഇതിൻ്റെ അകത്ത് രജനീകാന്തിനുള്ള മാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സത്യം പറയുക ഗൈസ്, ഇതിൻ്റെ അകത്ത് ഏറ്റവും കിടിലെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡി ഏജിങ് വർക്ക് ചെയ്തേക്കുന്നതാണ് ഗൈസ്. പുള്ളിയുടെ ഒരു ഡി ഏജിങ് സാധനം കാണിക്കില്ല ട്രെയിലറിൻ്റെ അവസാനം, അത് കിടിലമായിട്ട് ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഗൈസ്. ആ വർക്ക് കിടിലമായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു തന്നത് പടത്തിനെ കുറിച്ചാണ് ഗൈസ്. പടം ഒരു എബവ് ആവറേജ് വരെ പറയാം. കാരണം സ്റ്റോറി എന്ന് വെച്ചാൽ ടിപ്പിക്കലാണ് ഗൈസ്. ഇത് കുറേ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. പക്ഷേ ഇതെല്ലാം നിങ്ങൾക്ക് വർക്ക് ആവണമെങ്കിൽ നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. നിങ്ങളൊരു OTT വരുമ്പോൾ വെയിറ്റ് ചെയ്ത് കാണാണ്ടിരുന്നാൽ ഇതൊട്ടും നിങ്ങൾക്ക് ഈ സാധനം വർക്കാവത്തില്ല. നിങ്ങൾ വേറെ ഇതിന് ഇത്രയും ഒരു റിവ്യൂ പറയുക ചിലപ്പം തിരിച്ചും വരാൻ ഗൈസ്. OTT പീപ്പിൾ എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ OTT വരുന്ന ആമസോൺ പ്രൈമിലായിരിക്കും ഗൈസ്. അവരാണ് എൻ്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പാർട്ട്ണർ. നമുക്ക് രജനീകാന്ത് ആക്ച്വലി കില്ലാണ്. പുള്ളി അറിയാലോ, മാസ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ക്യാരക്ടറുണ്ട്. ഇതിൻ്റെ അകത്ത് സത്യം ഗൈസ് നാഗാർജുന വില്ലനാണെന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിക്ക് നാഗാർജുനക്കാരും കില്ലമായിട്ട് തോന്നിയത് സൗബിനാണ്. മെയിൻലി സൗബിനാണ് ഇതിൻ്റെ അകത്ത് കില്ല. ആൻഡ് ഇതിൻ്റെ അകത്ത് കിടിലമായിട്ട് വേറെ ചെയ്തിരിക്കുന്നത് നമ്മുടെ രജിത റാം. നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത, നമ്മൾ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരിയെ, ബട്ട് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കത്തില്ല. പക്ഷേ പുള്ളിക്കാരി ഇതിൻ്റെ അകത്ത് കില്ലാണ്. നിങ്ങൾ ഇതൊക്കെ സ്പോയിലറാണ് ഗൈസ്. ആക്ച്വലി ഇതൊക്കെ വേണമെങ്കിൽ പറഞ്ഞു പോയാൽ സ്പോയിലറായി പോകും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് പോയി തിയേറ്ററിൽ പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ ബാക്കി എല്ലാവരും നൈസാണ് ഗൈസ്. ഇതിൻ്റെ അകത്ത് അഭിനയിച്ചവർ ആരും ഓവറാക്കിയിട്ടില്ല. ആൻഡ് ഇതിൻ്റെ അകത്ത് അമീർ ഖാൻ ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതൊരു ക്യാമിയോ പോലെയാണ് അമീർ ഖാൻ്റെ അവസാനം വരുന്നത്. പുള്ളി വരുമ്പം പുള്ളിക്കൊരു മാസമല്ല, വേറെ രീതിയിലത്തെ ഒരു BGM-ഉം പുള്ളി ഒരു മാസമായിട്ട് കാണിക്കാൻ നോക്കി. ബട്ട് എനിക്ക് റോളക്സിൻ്റെ അത്ര ഒരു പഞ്ചൊന്നും തോന്നിയിട്ടില്ല പുള്ളിക്ക്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ലുക്കൊക്കെ നൈസായിരുന്നു ഗൈസ്. അത് നമ്മൾ കണ്ടല്ലോ. ഓൾറെഡി അവരെല്ലാം റിവീൽ ചെയ്തു ഗൈസ്. അതാണ് ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും അമീർ ഖാൻ അത് പറയില്ലായിരുന്നു പുള്ളി ഇതിൻ്റെ അകത്ത് ഒരു റോൾ ചെയ്യുന്നുണ്ട് എന്നും. അതൊന്നും പറയാതിരുന്നെങ്കിൽ ആക്ച്വലി നമുക്കൊരു ഇത്തിരി കൂടുതൽ സംഭവം കിട്ടിയ ഒരു തിയേറ്ററിൽ ചിലപ്പോൾ ഇത്തിരി കൂടി ഒരു ഹൈ മൊമെൻറ്റ് കിട്ടിയില്ല നല്ല ഉണ്ട്. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ റോളക്സിന് തോന്നുന്നൊരു സംഭവമൊന്നും ഈ പടത്തിൽ തോന്നത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നൈസായിട്ട് അഭിനയിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി ഹാസനാണ് ഗൈസ്. പുള്ളിക്കാരി ഒട്ടും ഓവറാക്കിയിട്ടില്ല. പുള്ളിക്കാരി നൈസാണ്, നല്ലപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫിക്ക് നിങ്ങൾക്കറിയാം. പിന്നെ ഡയലോഗൊന്നും അത്ര വലിയ പഞ്ചൊന്നും ഇല്ല ഗൈസ്. ഡയലോഗൊക്കെ സാധാ ഡയലോഗാണ്, നമുക്ക് ഓർത്ത് വയ്ക്കാം. നമുക്കിപ്പോൾ നന്ദാണ്ടാലിയൂദാസ്, അതുപോലെ ഇക്കരത്തിൽ ആരംഭിക്കലാമാ, അതൊക്കെ അതുപോലത്തെ ഒരു ഡയലോഗും ഇല്ല ഗൈസ് ഇതിൻ്റെ അകത്ത്. മനസ്സിലായ? ആൻഡ് ഇതിൻ്റെ അകത്തൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ആ ബാക്ക് സ്റ്റോറി പോർഷൻ ഇല്ലേ, അത് എടുത്തു വെച്ചിരിക്കുന്ന രീതിയില്ല, അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി. എടുത്തു വെച്ചിരിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഗൈസ്, അത് എവിടെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതിയാണ് ഗൈസ്. ഇത് മറ്റേ ലിയോയിൽ പറ്റിയതെന്ന് വെച്ചാൽ അതിൻ്റെ സെക്കൻഡ് ഹാഫിൽ ആ സ്റ്റോറിയാണ് ആക്ച്വലി ബാക്ക് ഫ്ലാഷ് അടിച്ചത്. അത് ഇതിൻ്റെ അകത്ത് ശരിയാക്കിയിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് കിഡിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതിൻ്റെ അത് ഭയങ്കര കില്ലാണ്, ഭയങ്കര മാസാണ് പുള്ളിയെ കാണാൻ. പുള്ളി ഭയങ്കര കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതായത് ഗൈസ് ഞാൻ പറഞ്ഞത്, ആ ഡി ഏജിങ് വർക്ക് കിഡിലാണ് ഗൈസ്. എൻ്റെ ഇത് വേറെ പടമായിട്ടൊന്നും കണക്ഷനൊന്നും ഇല്ല, നിങ്ങളൊന്നും നോക്കണം. ഇറ്റ്സ് എ സ്റ്റാൻഡ് അലോൺ മൂവി. നിങ്ങൾ രജനീകാന്ത് ഫാനാണ്, നിങ്ങൾക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് വേണം ഗൈസ്. ഇതൊക്കെ ഫസ്റ്റ് ഡേ തന്നെ പോയി കാണേണ്ട പടമാണ് ഗൈസ്. കാരണം ഈ ഒരു പടമൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ പോയി കണ്ടില്ലെങ്കിൽ ഇതിന് അത്ര ഒരു ആൾക്കാർ കാണത്തില്ല. മനസ്സിലായി? ഫസ്റ്റ് ഡേ ആകുമ്പോൾ എല്ലാവരും ഇരുന്ന് കയ്യടിയൊക്കെ ചെയ്യും, എന്നൊക്കെ പറഞ്ഞ് കയ്യടി കുഴിയുടെയൊക്കെ ചെയ്യും. നിങ്ങൾ കുറച്ച് ദിവസം പോയി കഴിഞ്ഞ് കണ്ടാൽ എനിക്ക് തോന്നുന്നു നോ നോ നോ. ആൻഡ് ഇതിൻ്റെ രാവിലെ റിപ്പോർട്ട്സ് വന്നത് ആക്ച്വലി ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ഒക്കെയാണ് ഗൈസ്. ലോകേഷ് വർക്കായില്ല. ബട്ട് ഓക്കെ, പടം വർക്കാവും ഗൈസ്, പടം വർക്കാവും ആക്ച്വലി. ബട്ട് എല്ലാവർക്കും ഇത് വർക്കാവും. എല്ലാവരും എന്താണ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് ഇത് ആക്ച്വലി ഒരു ഗുഡ് മൂവിയാണ് ഗൈസ്. നമുക്ക് പുള്ളിയുടെ ഒരു കൈദി, വിക്രം, അതുപോലത്തെ ഒരു സംഭവം തോന്നുന്നില്ല. മനസ്സിലായി? അത്ര ഒരു കിടിലൻ പടമല്ല ഇത്. ലിയോയേക്കാളും താന്നിരിക്കും. കാരണം ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് ഗൈസ്. സെക്കൻഡ് ഹാഫാണ് ഇതിനെ ഇത്തിരി കൂടെ ബെറ്റർ ആക്കുന്നത്. പിന്നെ എൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൂടെ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. കുറേയൊക്കെ പറഞ്ഞാൽ സ്പോയിലറായി പോകും. അതിൻ്റെ ഒരു മ്യൂസിക്
യെസ് ഗൈസ്, ഒരുപാട് സീൻസ് ഡൗൺ ആയി പോകേണ്ടതാണ്, അതിനെല്ലാം ഹൈ ആക്കിയത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അനിരുദ്ധ് ഇത് വേറെ രീതിയിലാണ് ഗസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റേ കാണുന്ന പോലെ ഒരു മാസ്, നമ്മൾ ജയിലർ വിചാരിച്ച് നിങ്ങൾ ഇതിൽ പോകരുത്. ക്യാമിയോ ഉണ്ടെന്നും പറഞ്ഞ് ജയിലറിൻ്റെ ജയിലറിൽ പോലത്തെ ക്യാരക്ടർ ആസ് ഗസ് ഇതിൻ്റെ അകത്ത് ഉപേന്ദ്രയുടെ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയില്ലായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പുള്ളി കാണിക്കാതെ വെച്ചിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇല്ല, നാഗാർജുന ഗസ് ലിറ്ററലി പുള്ളി ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ബട്ട് പുള്ളിക്കൊരു വ്യത്യസ്ത രീതി വേണം. ആ പുള്ളിയെ തുടക്കം കാണിക്കുന്ന രീതിയൊക്കെ കില്ലാണ്. പുള്ളി ഇത്തിരി കൂടെ കില്ല വില്ലനായി. കാരണം അതിൻ്റെ അകത്ത് പുള്ളിയല്ല മെയിൻ വില്ലൻ. പുള്ളിയെ കാര്യം ഇതിൻ്റെ അകത്ത് മെയിൻ വില്ലനായിട്ട് കാണിക്കുന്നത് നമ്മുടെ സൗബിനെയാണ് ഗൈസ്. അതുകൊണ്ട് എന്നാണെന്ന് തോന്നുന്നു സൗബിൻ ഇതിൻ്റെ അകത്ത് പോകാത്തത്. തുടക്കി ഞാൻ വിചാരിക്കും സൗബിൻ തീർന്ന്, ഇത്രേ ഉള്ളു സൗബിൻ. ബട്ട് അല്ല, സൗബിൻ ഇനി റോളുണ്ടായിരുന്നു. എൻ്റെ ആക്ച്വലി അതൊക്കെ കൊള്ളായിരുന്നു ഗൈസ്. അതിൻ്റെ അത് കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. ഇറ്റ്സ് പഞ്ചുള്ള ഡയലോഗ് ഒന്നും ഇല്ല എൻ്റെ അകത്ത്. എനിക്ക് കേട്ടിട്ട് ഒന്നും തോന്നിയില്ല. എന്നിട്ട് നമ്മൾ പ്രൊമോയിൽ കണ്ട ആ സംഭവമൊക്കെ ഇതേ ഉണ്ട് ഗൈസ്. അതാണ് ഏറ്റവും കില്ലം. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഒരു പ്രൊമോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആ ഒരു സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മ വരും. അതുപോലെ തന്നെ പിന്നെ പാട്ടൊക്കെ നൈസായിരുന്നു. എൻ്റെ മോണിക്ക് ഇതിൻ്റെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. കാരണം ഇതിൻ്റെ അത് കുറച്ച് എനിക്ക് കേട്ടാൽ ഇപ്പോൾ തോന്നിയുള്ളൂ. ഞാൻ കുഴപ്പമില്ല ഗൈസ്. പാട്ട് ഇത്തിരി കൂടെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു തിയേറ്റർ വൈബായിരുന്നു ഗൈസ് ആ പാട്ട്. ചിക്കറ്റിനെക്കാളും എനിക്ക് തോന്നുന്നു ഇത്തിരി വൈബാക്കിയത് പറ്റിയ പാട്ടാണ്. ആൻഡ് ഇൻ്റർവെൽ പഞ്ച് കില്ലായിരുന്നു. ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. രജനീകാന്ത് സ്മാസ്, ബട്ട് നാഗാർജുന ഡിഡിൻ ഗെറ്റ് ഇറ്റ്. പുള്ളി ഇത്തിരി കൂടെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യായിരുന്നു. ഞാൻ വിചാരിച്ച കില്ല വില്ലനായിരിക്കും, ഓളക്സിലൊക്കെയാണെന്നാണ് വിചാരിച്ചത്. ബട്ട് നോ ഗൈസ്, പുള്ളി അത്രയൊന്നും വന്നില്ല. ഇതിൻ്റെ അകത്ത് കില്ലൻ സൗബിനാണ് ഗൈസ്. വില്ലനായിട്ട് കില്ല സൗബിൻ, മെയിൻ വില്ലനായിട്ട് സൗബിനായിരുന്നു. എനിക്കങ്ങനെയാണ് ഈ പറഞ്ഞ കടപ്പം തോന്നിയത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ ആരുള്ളൂ, അമീർ ഖാൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ലുക്കാണ് സംഭവമുണ്ട്. ആൻഡ് കില്ലാണ്. ആൻഡ് ഉപേന്ദ്രയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി ഉള്ളായിരുന്നു. ബട്ട് എനിക്ക് പുള്ളിയെ മാത്രം, നാഗാർജുനെ മാത്രമാണ് കുറച്ചും കൂടെ കില്ലാക്കാന്ന് തോന്നിയത്. പുള്ളിയെ തുടക്കമൊക്കെ കാണിക്കുന്നത് ഭയങ്കര കില്ലായിട്ടാണ്, ഭയങ്കര എന്തോ കിങ് പിൻ മെയിൻ ആണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ബട്ട് എങ്കിലും സെക്കൻഡ് വരുമ്പോഴത്തേക്കും പുള്ളിക്കൊരു പവറുണ്ട്. എങ്കിലും പുള്ളി ഒരു സംഭവം ചെയ്യും, അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയായിരുന്നു. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും ഗൈസ്. പിന്നെ ഞാൻ പറയുന്നത് സത്യരാജുണ്ട്. സത്യരാജൊക്കെ മീനാണ്. സത്യരാജിന് എനിക്ക് കഥ ഒത്തില്ല ആക്ച്വലി. അപ്പം സത്യരാജും കൊള്ളായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ കേസ്. സത്യരാജിനൊക്കെ ഭയങ്കര കുറച്ച് റോളേ ഉള്ളൂ കേസ്. പുള്ളിയും ഡി എ ചെയ്തിട്ടൊക്കെ കിട്ടില്ലായിരുന്നു. രണ്ടുപേരും ഡി എ ചെയ്തിട്ട് കിട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേസ്. കില്ലാൻ്റെ തന്നെ ആ ഒരു സംഭവം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഴയ കാലത്ത് രജനീകാന്ത് പടം കാണത്തില്ലേ, ഒരു വെട്ടലൊക്കെ വീണിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് പോലെ, അതുപോലെയാണ് ലീസ് കാണിക്കുന്നത്. മറ്റേ നമ്മൾ ലിയോയിൽ കണ്ട ഒന്നുമല്ല. എൻ്റെ ആ ഫ്ലാഷ് ബാക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതിയാണ് എനിക്കിഷ്ടപ്പെട്ടത്. ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ലിയോ ദാസിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ ലിയോ ആയിട്ട് എന്നെ ആരും കൂടി അടിച്ചിന്. ചിലപ്പോൾ പുള്ളി ഇപ്പോഴാണ് അത് മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. ഞാൻ പുള്ളി എൻ്റെ പഞ്ചെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു റൈറ്റേഴ്സൊക്കെ വേറെ ആണെന്ന് തോന്നുന്നു ഈ പടത്തിൽ. ഡയറക്ടർ എനിക്കൊന്ന് ലോകേഷ് രത്നകുമാർ കൊമ്പോ അല്ല, പുള്ളി എനിക്കൊന്ന് വേറെ ഏതോ റൈറ്റേഴ്സൊക്കെ ആയിട്ടാണ് ചേർന്ന് ഈ പടം ചെയ്തത്. പടം ഒരു ഗുഡ് ഗൈസ്, ഒരു 5-ൽ ഒരു 3.5 അത്രയൊക്കെ ഉള്ള റേറ്റിംഗ്. ഗൈസ് ഇത്രയുള്ളൂ. ബൈ ബൈ.